ഇന്നത്തെ നമ്മുടെ പരീക്ഷണം ഈ ഒരു ബ്ലൗസാണ്. നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്ത ബ്രൈഡൽ ബ്ലൗസിലാണ് വർക്ക് ചെയ്യേണ്ടത് ഒരു ബ്ലൗസിലല്ല 2 ബ്ലൗസ്. എന്നാൽ പിന്നെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. എന്തായാലും സർവ്വദൈവങ്ങളെയും വിളിച്ച് ഞാൻ തുടങ്ങി ഒരു പകുതി എത്തിയപ്പോഴായിരുന്നു നമ്മുടെ മുത്തും പവിഴമൊക്കെ വീണ്ടും തീർന്നുപോയി. അങ്ങനെ ഞാനും സാറമ്മോളും അമ്മയും കൂടെ മുത്തും പവിഴമൊക്കെ വാങ്ങി അതിൻ്റെ കൂടെ കുറച്ച് ചില്ലറ ഷോപ്പിംഗ് കൂടെ നടത്തിയിട്ട് തിരിച്ചെത്തി ഒരറ്റത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ ഒരു 2-3 ദിവസം എടുത്ത് ഇതൊക്കെ ഒന്ന് തീരാനെന്ന് വേണമെങ്കിൽ പറയാം. മുത്തും പവിഴം തുന്നി പിടിപ്പിക്കുന്ന കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടല്ലേ. അത്ര വലിയ രസമൊന്നുമില്ല ഈ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ തുന്നി പിടിപ്പിക്കാൻ. അത് പിന്നെയാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. തുന്നി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. സ്ലീവിന്റെ 2 എൻഡ് പോർഷനിലും ബാക്ക് നെക്കിലും ഫ്രണ്ട് നെക്കിന്റെ ഹാഫ് പോർഷനിലും ആയിട്ടാണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ കസ്റ്റമറിന് ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ആ ബഡ്ജറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ മതി ചേച്ചി അതിലേക്ക് വർക്ക് ചെയ്യുന്നു എന്നായിരുന്നു ആ കുട്ടിയുടെ കൺസേൺ. നമ്മൾ അതുപോലെയാണ് ചെയ്തു കൊടുത്തത് കേട്ടോ. പിള്ളേരൊരു ആഗ്രഹം പറയുമ്പം പിന്നെ ഇത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ അടുത്ത ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. കാണുമ്പോൾ വളരെ സിമ്പിൾ ഹമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും പക്ഷേ ഇതിലെ വർക്കായിരുന്നു എന്നെ കുറച്ചങ്ങോട്ട് കുഴപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞു വരുമ്പോൾ എല്ലാ വർക്കിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ കസ്റ്റമൈസേഷൻ ഉണ്ട്, ബ്രൈഡൽ ബ്ലൗസിൽ വർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവോ ഇൻസ്റ്റയിലോ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷം അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.